കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അതിൽ ആദ്യമായിട്ട് വൈദ്യശാസ്ത്ര പഠനം നടത്തുന്ന 50 പേരിൽ ഒരാളായിരുന്നു ഞാൻ. വൈദ്യശാസ്ത്രത്തിലെ MBBS ഡിഗ്രി എടുത്ത ശേഷം ആദ്യത്തെ 5 വർഷം ഞാൻ റൂറൽ മേഖലയിലായിരുന്നു. നമ്മുടെ ഹെൽത്ത് സെൻ്ററിലായിരുന്നു. എരുമേലി ഹെൽത്ത് സെൻ്റർ, മുണ്ടൻകുന്ന് ഹെൽത്ത് സെൻ്റർ അതുപോലെയുള്ള. അതിനുശേഷം ഞാൻ ഗൈനക്കോളേജിൽ ഉപരിപഠനത്തിന് പോയി. കോട്ടയത്ത് തന്നെയുള്ള ഗൈനക്കോളേജിലെ ഡിപ്ലോമ DGOയുടെ ആദ്യത്തെ ബാച്ചായിരുന്നു ഞാൻ. അതും പാസ്സായ ശേഷം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. വൈക്കത്ത് ജോലി ചെയ്യുന്നതിന് മുമ്പ് 3 വർഷക്കാലം എരുമേലിയിലും ജോലി ചെയ്തിരുന്നു. അക്കാലത്തെ കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ എന്ന പേരിൽ ജനയുഗം വാരികയിലെ സുദീർഘമായ ലേഖന പരമ്പരകൾ തന്നെ എഴുതിയിരുന്നു. ഗൈനക്ക് പാസ്സായ ശേഷം വൈക്കത്ത് വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്തത് ജനയുഗം വാരികയിൽ തന്നെ ഗൈനക്കോളജി പ്രശ്നങ്ങളെക്കുറിച്ച് ലേഖനം എഴുതുകയായിരുന്നു. പ്രത്യേകിച്ചും വന്ധ്യത. അതേ തുടർന്ന് 100 കണക്കിന് വന്ധ്യരായ ആളുകളെ എൻ്റെ അടുത്ത് പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വന്നിരുന്നു. അക്കാലത്തെ ഇന്നത്തെ പോലെ വന്ധ്യതാ ചികിത്സ ചിലവേറിയ, ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷമൊക്കെ വരെ ചിലവ് വരുന്നു എന്ന് പറയുന്നു. അക്കാലത്തെ നിസ്സാര ചിലവിന് വന്ധ്യത പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് രോഗനിർണയത്തിന് തന്നെ 2-3 ചോദ്യങ്ങൾ മതി. ആർത്തവം ക്രമത്തിന് വരുന്നുണ്ടോ, ആർത്തവ സമയത്ത് വേദന വരുന്നുണ്ടോ, മുഖക്കുരുക്കൾ വരികയുണ്ടോ, ഈ 3 ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതോടുകൂടി തന്നെ വന്ധ്യതയുടെ കാരണം കണ്ടെത്തുകയായി. തുടർന്ന് 25 രൂപ വില വരുന്ന 5 ഗുളികൾ കൊടുക്കുക. അപ്പോൾ 125 രൂപ ഉണ്ട്. അക്കാലത്ത് 100 കണക്കിന് വന്ധ്യരായ സ്ത്രീകളുടെ വന്ധ്യത പരിഹരിച്ചിരുന്നു. അങ്ങനെ വന്ധ്യത പരിഹരിച്ച ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രമാണിത്. ഈ ചിത്രം എടുക്കാൻ കാരണം ആ പ്രത്യേക ഔഷധം കൊടുത്ത് വന്ധ്യത പരിഹരിക്കപ്പെട്ട ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കുട്ടികളിൽ ഒരാളായിരുന്നു. അതിനെ തുടർന്ന് അക്കൊല്ലം ബോംബെയിൽ വെച്ച് നടന്ന ഗൈനക്കോളജി കോൺഫറൻസിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി എടുത്ത ചിത്രമായിരുന്നു ഇത് എൻ്റെ ആൽബത്തിലുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഞാൻ അമ്മയെയും കുഞ്ഞിനെയും അന്വേഷിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വീണ്ടും ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഇന്നത്തെ സ്ഥിതിയിലുള്ള, ആ കുട്ടിക്ക് ഇപ്പോൾ 48 വയസ്സ് പ്രായമുണ്ട്, ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും പടമാണ് ഇതോടൊപ്പം എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അമ്മയും കുഞ്ഞും.